അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തത് 83, 84 ആയത്തുകളാണ്. അതിൻ്റെ വിശദീകരണങ്ങളാണ്. അള്ളാഹു 10 കരാറുകൾ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. അതിൽ 6 കരാറ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി 7ാമത്തെ കരാറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഖീമുസ്സലാത്ത. അല്ലാഹു പറയുകയാണ്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. അല്ലാഹുവിൻ്റെ 7ാമത്തെ കരാറാണ്. അല്ലാഹ് പറയുന്നു, മുസൽമാന്മാരെ, കൃത്യം നിറവേറ്റേ നമസ്കാരവും. ഇത് ജനങ്ങളോട് മാത്രമല്ല പറയുന്നത്, മുസൽമാന്മാരോടാണ് പറയുന്നത്. നിങ്ങൾ കൃത്യമായി നമസ്കരിക്കണം. നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം നമസ്കരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം നമസ്കരിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ അതിൻ്റെ മുറപ്രകാരം തന്നെ, അതിൻ്റെ കൃത്യമായ സമയം നോക്കി നിങ്ങൾ നമസ്കരിക്കണം. എന്നും നിറവേറ്റേ മുറപ്രകാരം, മടിയും അതില്ലാതെ നിറവേറ്റണേ. തോന്നും നിനക്കുമേ തോന്നും പോലെ, അരുതേ അരുതേ നീ നമസ്കാരവും. നിന്റെ മരണം വരെയും നിസ്കരിക്കണം. അത് 5 വഖത്ത് നമസ്കാരമാണ്. അതിൻ്റെ യഥാവിധി സമയത്ത് കൃത്യമായി നമസ്കരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. വഖീമുസ്സലാത്ത. നീ നമസ്കരിക്കുന്നത് മുറപ്രകാരം നിർവഹിക്കണം. തോന്നുമ്പത്തുള്ള സമയമല്ല, തോന്നുമ്പം ശല്യല്ല. നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പോയി നിസ്കരിക്കാം, ഖളാ ആയില്ലല്ലോ, ഖളാ സമയം കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ധാരണ വേണ്ട. അത് അരുതേ, ആ ധാരണ വേണ്ട. അരുതേ അരുതേ അരുതേ. 5 സമയങ്ങൾ മാത്രമല്ലേ, 10 മിനിറ്റാകെ അതും ചെയ്യാനായി. ഈ നമസ്കാരം 5 അതല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രമാണ് ആ നമസ്കാരം നിർവഹിക്കാനുള്ള ടൈമുള്ളത്. 10 മിനിറ്റ് കൊണ്ട് ആ നമസ്കാരം, ഇല്ലെങ്കിൽ ളുഹർ നമസ്കാരം, അല്ലെങ്കിൽ അസ്ർ നമസ്കാരം, സുബഹി നമസ്കാരം എല്ലാം ഒരു 10 മിനിറ്റ് മതിയാകുന്നതാണ്. 24 മണിക്കൂറിൽ നമുക്കൊരു 10 മിനിറ്റ് ളുഹറിന് വേണ്ടി മാറ്റിവെച്ചുകൂടെ? സുബഹി ളുഹറുമേ അസറുമാണേ, അടുത്ത് മഗ്രിബും ഇശായുമാണേ. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹി എന്നിങ്ങനെ 5 വഖത്ത്, 5 സമയങ്ങളിലുള്ള നമസ്കാരമാണ്. അത് എങ്ങനെയാണോ ആ സമയങ്ങൾ പറഞ്ഞത്, അതേ പ്രകാരം, ആ മുറപ്രകാരം നിങ്ങൾ നമസ്കരിക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കുകയാണ്. ഇനി ഓരോ നമസ്കാരത്തിൻ്റെയും പ്രതിഫലങ്ങളും അതിലുള്ള നേട്ടങ്ങളുമാണ് പറയാൻ പോകുന്നത്. വഖീമുസ്സലാത്തിൻ്റെ അതിൻ്റെ വിശദീകരണമാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് നോക്കി അതിൻ്റെ മർമ്മപ്രധാനമായത് എടുത്തെഴുതിയതാണ്. അപ്പം അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം.
സുബഹി നിറവേറ്റാൻ പ്രയാസമാണ്, എന്നാലറിയേണേ പറയാം ഞാനേ. അതിനെ മുറുകെയും പിടിച്ചവർക്ക് ഇല്ലേ വരാറില്ലേ ഇതാ ദാരിദ്ര്യം. സുബഹി നമസ്കാരം അതൊരു പ്രയാസമേറിയ നമസ്കാരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിത്തിരി പ്രയാസമാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നല്ല തണുപ്പുള്ള വെള്ളത്തിലൊക്കെ ഒതുവൊക്കെ എടുത്ത് പല്ലൊക്കെ തേച്ച് റെഡിയായി വരിക എന്നുള്ളതൊരു ചെറിയ പ്രയാസം തന്നെയാണ്. പക്ഷേ ആ പ്രയാസം നമ്മൾ മറികടന്നുകൊണ്ട് ആ പരിശുദ്ധമായ സുബഹി നമസ്കാരം നമ്മൾ നിർവഹിക്കുകയാണ് എങ്കിൽ അള്ളാഹു പറയുകയാണ്, ആ സുബഹി നമസ്കാരം യഥാവിധി മുറുകെ പിടിച്ചവർക്ക് ഒരിക്കലും ദാരിദ്ര്യമില്ല. ഈ നമസ്കാരം കൊണ്ട് 5 വഖ്ത് സമയങ്ങളിലെ നമസ്കാരം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നേട്ടം കൊയ്യാമെന്നാണ് അള്ളാഹു പറയുന്നത്. വെറുതെ നമ്മളോട് നമസ്കരിക്കാൻ പറഞ്ഞതല്ല, പിന്നെ ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്കും നാളെ പാരത്രികമായ നേട്ടങ്ങൾക്കും ഉപകാരപ്രദമാണത്രേ 5 വഖ്ത് നമസ്കാരമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. വീണ്ടും അതിൻ്റെ പോരിശ നോക്കിയപ്പോൾ റിസ്ഖും വിശാലമാ അന്ന് പൊന്നേ, നിറയെ റഹ്മത്തും ചൊരിക്കും അല്ലാഹ്. ആ സുബഹി നമസ്കാരത്തിൻ്റെ പോരിശ ഇതാ പറയുകയാണ്. റിസ്ഖ് വിശാലം തന്നെ, നമ്മളുടെ ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകും. യഥാവിധി കൃത്യനിഷ്ഠയോടെ എന്നും സുബഹി നമസ്കരിക്കുന്ന ഒരു കച്ചവടക്കാരന് ഞാനൊരു ഉദാഹരണം പറയുകയാണ്. യഥാവിധി സുബഹി നമസ്കരിക്കുന്ന ഒരു കച്ചവടക്കാരന് സത്യസന്ധമായി കച്ചവടം ചെയ്താൽ അവന് ബർക്കത്ത് കിട്ടും, അവൻ്റെ ഉപജീവനം വിശാലമാകും, അവന് റിസ്ഖ് വീതിയാകും, അവന് എല്ലാവിധ നന്മയും ഉണ്ടാകുമെന്ന് ഇതാ തെളിയിക്കുകയാണ്. സുബഹിയും നമസ്കരിച്ചു പോയിട്ട് അമിതമായ ലാഭമെടുത്താൽ, അല്ലെങ്കിൽ പച്ചക്കള്ളം പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെയെങ്കിലും ദീപത്ത് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം നടക്കണമെന്ന് ഇല്ല. യഥാവിധി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. സുബഹി നിസ്കരിച്ചിട്ട് നമ്മളുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ആരെയും നമ്മൾ കുറ്റം പറയരുത്. ഒരുപാട് ലാഭം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനത്തിന് അമിതമായ വില ഈടാക്കരുത്. ഒരാൾ കടം വന്ന് ചോദിച്ചാൽ അത് കൊടുക്കാൻ സന്നദ്ധനാകണം. കടം കൊടുക്കൽ എന്താണ്? അതും ഒരു സദഖയാണ്. കുറയും ഇതാ വേദന മരണസമയം, വളരെ മയത്താലേ പിടിക്കും എന്നാ. യഥാവിധി സുബഹി നമസ്കാരം അതായിട്ട് നിത്യേന മുറപ്രകാരം നിസ്കരിക്കുന്നവർക്ക് മരണവേദനയുണ്ടല്ലോ, അത് ലഘൂകരിക്കുമെന്നാണ്. അവരുടെ ശരീരമറിയാതെ അവരുടെ റൂഹ് അസുറായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോകുമത്രേ. ആ സുബഹി നമസ്കരിക്കുന്ന മനുഷ്യൻ്റെതായ റൂഹ് പിടിക്കുമ്പോൾ അള്ളാഹു അസ്റായീലിന് ഒരു നിർദ്ദേശം കൊടുക്കുമത്രേ. ആ മനുഷ്യൻ തണുപ്പും ചൂടും എല്ലാം സഹിച്ചുകൊണ്ട്, അവൻ ത്യാഗം സഹിച്ചുകൊണ്ട്, അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് എനിക്ക് അതിരാവിലെ
സൂര്യൻ പോലും കാണുന്നതിന് മുമ്പേ, അവൻ്റെ പള്ള നിറയ്ക്കുന്നതിന് മുന്നേ അവൻ എന്നെ വണങ്ങിയവനാണ് അസുറായീൽ. അതുകൊണ്ട് നീ അവൻ്റെ റൂഹ് പിടിക്കുമ്പോൾ അവൻ്റെ ശരീരമോ അറിയല്ലേ, അറിയാതെ പിടിക്കണേ. അങ്ങനെ അറിഞ്ഞു പോയാൽ ഞാൻ അവനോട് കാണിക്കുന്ന അനീതിയാണ്. അതുകൊണ്ട് അസുറായീൽ, എത്ര മയത്തിന് പിടിക്കാമോ അതിനേക്കാൾ മയത്തിന് നീ പിടിക്കണം എന്ന് ഇത് അസുറായീലിന് ഓർഡർ കൊടുക്കുമത്രേ. റൂഹും പിരിയുന്നേ തടിയിൽ നിന്നും, സമയം പരിമളം പരത്തുമെന്നേ. ചോദ്യം ഉയർത്തുമേ മലക്കും പൊന്നേ, ആരേ ഇതാ റൂഹ് സുഗന്ധ റൂഹ്. നമ്മളുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹങ്ങ് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആകാശലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ ചോദിക്കുമത്രേ, ഇതെന്തോ ഒരു മണമാണ്, ഇത് ആരുടെ റൂഹാണ് ഈ കൊണ്ടുപോകുന്നത് മലായിക്കത്തുകളെ എന്ന് നമ്മളുടെ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ റൂഹിനോട്, ആ റൂഹ് കൊണ്ടുപോകുന്ന മലക്കുകളോട് ചോദിക്കുമത്രേ. അത്ര മണമാണ് റൂഹിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുബഹി തൊളുന്തുള്ള മനുഷ്യ റൂഹ, അതിനാൽ സുഗന്ധവും വിശാലം തന്നെ. അങ്ങനെ ആ മലക്കുകളോട് വേറെ മലക്കുകൾ ചോദിക്കുമ്പോൾ ആ റൂഹ് കൊണ്ടുപോകുന്ന മലക്കുകൾ പറയുമത്രേ, ഇത് സുബഹി കൃത്യമായി മുറപ്രകാരം അനുഷ്ഠിച്ച മനുഷ്യൻ്റെ റൂഹാണ്. ആ റൂഹിന് വല്ലാത്ത മണമാണ് എന്ന് പറയുമത്രേ. പറയാനിതാ പോരിശ ഒരേ പാടുണ്ടേ, സദയം ഇത് മാത്രം പറഞ്ഞതാണേ. ഈ സുബഹി നമസ്കാരത്തിൻ്റെ പോരിശ തന്നെ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. തൽക്കാലം ഞാൻ സുബഹി നമസ്കാരത്തിൻ്റെ പോരിശ ഇവിടെ നിർത്തുകയാണ്. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവപാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാഹുവേ, പരിശുദ്ധമായ സുബഹി നമസ്കാരം എന്നും നിത്യേന അതായി നമസ്കരിക്കാൻ നീ ഞങ്ങൾക്ക് ഉദവി ചെയ്യണേ റഹ്മാനേ. അത് കാരണമായി ഞങ്ങളുടെ റൂഹ് പിടിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് യാതൊരു വിധമായ വേദനയും നൽകാതെ വളരെ മയത്തോടെ പിടിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഒരിക്കലും നമ്മളുടെ മരണം വരെയും സുബഹി നമസ്കാരം ഒഴിവാക്കാൻ നീ സമ്മതിക്കരുതേ അല്ലാഹ്. എന്നും നിത്യേന അതിൻ്റെ കൃത്യസമയത്ത് അനുഷ്ഠിക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ എല്ലാ പേരെയും വിജയിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് സഹായം ചെയ്യുന്ന അനേകായിരം പേരുണ്ട് റബ്ബേ. അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലാഹ്. അവരെയെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ മുറാദുകളെല്ലാം
നീ സബലീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സ്വഗീറാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين آمين. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള നമസ്കാരങ്ങളുടെ പോരിശയും കാര്യങ്ങളുമൊക്കെ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.